ഉജ്ജയിനിലെ സാന്ദീപനി ആശ്രമം മനോഹരമായ ഒരു കാഴ്ചയാണത്. ഒരു ഗുരുകുലം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഒത്തുചേരുന്നു. എപ്പോഴും തിരക്കുള്ളൊരു പ്രദേശമാണെങ്കിൽ പോലും കവാടം കടന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ മരങ്ങളും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു സമാധാനം. ജ്ഞാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു കാലത്ത് ഉജ്ജയിനിൽ എത്തിയിരുന്നു എന്നാണ്. കാരണം ഇവിടെയായിരുന്നു എല്ലാ പഠന കേന്ദ്രങ്ങളും വേദപാഠശാലകളും. ഒരു ആൾ ജ്ഞാനം അന്വേഷിക്കുന്നുവെങ്കിൽ ആ ആൾക്ക് ഉജ്ജയിനിൽ എത്തിയേ മതിയുള്ളായിരുന്നു. നൃത്തത്തിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഇവിടേക്ക് എത്തിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കാമല്ലോ. സാന്ദീപനി ആശ്രമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സുധാമന്റെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമുണ്ട്. അവിടെ അവരിങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള വിഗ്രഹ രൂപങ്ങളുണ്ട്. എന്നാൽ സാന്ദീപനി ആശ്രമത്തിനകത്ത് വളരെ പുരാതനമായൊരു ക്ഷേത്രമുണ്ട്. ഒരു 2000 വർഷം പഴക്കമുണ്ട് എന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. ഈ ക്ഷേത്രം കുണ്ടേശ്വർ മഹാദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചെറിയ കുണ്ടിനുള്ളിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. ഈ മഹാദേവനെ ഉപാസിച്ചിരുന്നു, സാന്ദീപനി മുനി ഉപാസിച്ചിരുന്നു എന്നാണ്. സാന്ദീപനി മുനിയുടെ അറിവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഈ കുണ്ടേശ്വര മഹാദേവ്, ആ ഒരു ശിവക്ഷേത്രം, ആ ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള നന്ദിയുണ്ട്. ആ നന്ദിക്കൊരു പ്രത്യേകതയുണ്ട്. എണീറ്റ് നിൽക്കുകയാണ് നന്ദി. നമുക്ക് ചൊവ്വര ചിദംബരേശ്വര ക്ഷേത്രം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ, 108-ൽ ആ ക്ഷേത്രം. അവിടെ നന്ദി നിൽക്കുകയാണ്. അപൂർവമായിട്ട് മാത്രമേ നമുക്ക് നിൽക്കുന്ന നന്ദിയെ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് നിൽക്കുന്ന നന്ദിയെയാണ് കാണുന്നത്. അത് ഒരു പ്രയോഗ നന്ദി, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഉതകി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന നന്ദിയാണ്. അപ്പോൾ അകത്തിരിക്കുന്ന മഹാദേവൻ ധ്യാനത്തിലല്ല, ഒരു ചലന സ്വഭാവത്തിലാണ്. ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്, എങ്കിലും അതിൻ്റെ ഊർജ്ജം ഒരു ചലിക്കുന്ന ഊർജ്ജമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വിദ്യ അഭ്യസിക്കാൻ വരുന്നവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഊർജ്ജം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നാലേ നോളേജ് അല്ലെങ്കിൽ അറിവ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ധ്യാനത്തിലാണെങ്കിൽ അതിനൊരു നിശബ്ദമായ ഭാവമാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രവർത്തനോത്സുകമായ ഭാവത്തിൽ മഹാദേവനുള്ളത്. നമ്മൾ ആ ക്ഷേത്രത്തെ ഒന്ന് വലം വെച്ച് പുറകിലേക്ക് വന്നാൽ സന്ദീപനി മുനിയുടെ തപസ്ഥലി കാണാം. അവിടെയും ഒരു സ്വയംഭൂ സാന്നിധ്യമുണ്ട്. വിശേഷമായിട്ടുള്ള രുദ്രാക്ഷശില, വലിപ്പമുള്ള രുദ്രാക്ഷശില. എന്തൊരു ഭംഗിയാണെന്നറിയോ. നല്ല വലിപ്പമുള്ള, നിറയെ വില്ലുമൊക്കെ അർപ്പിച്ച് പൂക്കളൊക്കെ അർപ്പിച്ച് പൂജകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വയംഭൂ ശിവലിംഗമുണ്ട്. സന്ദീപനി മുനി ഉപാസിച്ചിരുന്ന ശിവലിംഗമാണിത്. ഉപാസനകൾ നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് തപസ്ഥലിയായിരുന്നു അത്. തപസ് നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷീഭവിച്ച സ്വയംഭൂ ഭാവമാണ് സ്വയംഭൂ ചൈതന്യമായി നിലകൊള്ളുന്നത് എന്നാണ്. സർവേശ്വരനാണ്, എല്ലാ മൂർത്തികളുടെയും ഈശ്വരനായിട്ടാണ് മഹാദേവൻ ഇവിടെ നിൽക്കുന്നത്. അതിന് തൊട്ടരികിലേക്ക് നമ്മൾ നടന്നു വന്നാൽ ഒരു ചെറിയ കുളം കാണാം. ഈ കുളം ഗോമതി കുണ്ട്. ഭഗവാൻ ഇവിടെ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്ന കാലത്ത് സന്ദീപനി മുനി ജലം ശേഖരിക്കുവാനായിട്ട് എല്ലാവരെയും വളരെയേറെ ദൂരം അയക്കുമായിരുന്നു അത്രേ. അപ്പോൾ ദൂരെ നിന്ന് ജലം കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുകുലത്തിന് തൊട്ടരികിൽ നിന്നുകൊണ്ട് സപ്തനദികളെയും ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തി ഭഗവാൻ തന്നെ സ്വയം നിർമ്മിച്ച കുളമാണിതെന്നാണ് കരുതപ്പെടുന്നത്. ആ ഗോമതി കുണ്ട് വിശേഷമാണ്. അതായത് ഭഗവാന്റെ കരസ്പർശം ഏറ്റുവാങ്ങിയ ഗോമതി കുണ്ട് തീർച്ചയായിട്ടും വിശേഷമാണല്ലോ. ഗോമതി കുണ്ടിന്റെ തീരത്തുകൂടെ നമ്മൾ നടന്നാൽ ഭഗവാൻ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്, ഗുരുകുലത്തിൽ എന്തൊക്കെയാണ് അഭ്യസിച്ചത്, എന്താണ് ഭഗവാന്റെ 64 കലകൾ, അത് സന്ദീപനി മുനി എങ്ങനെയാണ് ഭഗവാനിൽ അഭ്യസിപ്പിച്ച് കൊടുത്തത് എന്നുള്ളത് നമുക്ക് കാണാനാകും. ആധുനിക കാലത്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. ശരിക്കും അതിൻ്റെ ഒരു പ്രത്യേകമായ പ്രചോദനം തന്നെയാണ് നമുക്ക് ലഭിക്കുക. ഒരു കുട്ടി എല്ലാം അറിഞ്ഞിരിക്കണം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാം അറിഞ്ഞു വേണം അവൻ അഭ്യാസം നടത്താൻ. വേദങ്ങളും മറ്റുമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സന്ദീപനി മുനി ശ്രീകൃഷ്ണനെ നെയ്യാൻ പഠിപ്പിച്ചു, ചിത്രരചന പഠിപ്പിച്ചു, സൂചിയും നൂലും കൊണ്ട് കോർത്ത് നെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ ഓരോന്നും നൂല് കോർക്കാൻ പഠിപ്പിച്ചു, അങ്ങനെ മുടി കെട്ടാൻ പഠിപ്പിച്ചു. ഇങ്ങനെ പല പല പഠനങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വലിയ വലിയ പഠനങ്ങളിലേക്ക് കടന്നത്.
നമ്മളും നമ്മുടെ കുട്ടികളെ പ്രായോഗികമായ തലത്തിൽ പഠിപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ഉപദേശമാണ് ഇവിടെ കിട്ടുക. സന്ദീപനി ആശ്രമത്തിൽ തണുത്ത കാറ്റേറ്റൊരു ഞാവൽ മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഞാവൽ മരം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ വൃക്ഷമാണല്ലോ. മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന മഹാദേവൻ ദക്ഷിണാമൂർത്തിയാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ മുഴുവൻ ഇടമാണ് സന്ദീപനി ആശ്രമം. യഥാർത്ഥത്തിൽ വൈഷ്ണവ പാരമ്പര്യത്തിൽപ്പെട്ടവരെല്ലാം ഇവിടെ വന്ന് അവരുടെ ഗുരുവിനെ ദർശിക്കാറുണ്ട്. വല്ലഭാചാര്യർ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വന്നിരുന്നു. ഇവിടെ ഒരു വൃക്ഷത്തിന് ചുവട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം ഏറെ നേരം ഭജനയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപനി ആശ്രമത്തിൽ വൈഷ്ണവ സാന്നിധ്യവും വൈഷ്ണവ സമ്പ്രദായവും നിറഞ്ഞു നിൽക്കുന്നു. വല്ലഭാചാര്യനാൽ തുടങ്ങി വെച്ച ഉള്ള വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ 73 തത്വങ്ങൾ ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. മനോഹരമായ സന്ദീപനി ആശ്രമത്തിൻ്റെ കാഴ്ച. Mochita's Moksha, Journey to the Self.